ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിജിലൻസ് ചോദ്യം ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്കിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങളുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തെത്തി. പക്ഷേ കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല. തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം തരൂ എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. എല്ലാം താൻ കോടതിയിൽ പറയും, സത്യം തെളിയും എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. വ്യക്തമായ വിവരങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭിച്ചില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. രജിത്ത് ചേരുകയാണ്. രജിത്ത്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല. ഏതായാലും വിജിലൻസിന്റെ ചോദ്യം ചെയ്യൽ ഇന്നലത്തെ പോലെ മണിക്കൂറുകൾ നീണ്ടില്ല അല്ലേ? ഇന്ന് പെട്ടെന്ന് തീർന്നു. അത് രാവിലെ 9 മണിയോട് കൂടിയാണ് ചോദ്യം ചെയ്യലിനെത്തിയത്. ഇപ്പോൾ 1 മണിയായപ്പോഴേക്കും ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ച് മടങ്ങുകയും ചെയ്തു. കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെയും ഇന്നുമായി ചോദ്യം ചെയ്തിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു പ്രധാനമായും നടന്നിരുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലിന് ശേഷം തിരികെ ഇറങ്ങി വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് എന്തൊക്കെ കാര്യങ്ങളാണ്, രേഖകളൊക്കെ സമർപ്പിച്ചോ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുവെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമായ മറുപടി നൽകാൻ തയ്യാറായില്ല. ചോദ്യങ്ങൾക്കൊന്നും തന്നെ ഒരു വ്യക്തമായ മറുപടി അദ്ദേഹം നൽകിയില്ല. ആകെ അദ്ദേഹം പറഞ്ഞത് ഹൈക്കോടതി അന്വേഷണം നടത്തുന്ന അന്വേഷണത്തിൽ ഇക്കാര്യങ്ങളെല്ലാം തെളിയും എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അല്ലാതെ മറ്റൊന്നും അദ്ദേഹം പറഞ്ഞില്ല. തന്നെ വെടിയാടാക്കേണ്ട കാര്യമില്ല എന്ന കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും ഇക്കാര്യത്തിൽ ഒരു വിശദമായ ഒരു അന്വേഷണവും ശക്തമായ അന്വേഷണവുമായി വിജിലൻസ് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുകയും തുടർച്ചയായ 2 ദിവസം ചോദ്യം ചെയ്യുകയും ചെയ്തത്. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് കഴിഞ്ഞ 2020 മുതൽ 25 വരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഏകദേശം ബാംഗ്ലൂരിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്തുമൊക്കെയായി ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും തന്നെ അന്വേഷിക്കാൻ ഏകദേശം 30 കോടിയോളം രൂപയുടെ ഭൂമി ഇടപാടുകൾ തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ രേഖകൾ, അതിന്റെ വിവരങ്ങളടക്കം ചോദിച്ചറിയുന്നതിനുമായാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. ഒപ്പം തന്നെ തനിക്ക് തന്നുവിട്ടത് ചെമ്പുപാളികൾ തന്നെയാണ് എന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉറച്ചു നിൽക്കുകയാണ്. അതേസമയം കാണാതായിട്ടുള്ള സ്വർണ്ണ പാളികൾ എവിടെ എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം വിജിലൻസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. ഇതിനോടകം തന്നെ ഏകദേശം 4ഓളം പരാതികളാണ് ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടത് എവിടെ വെച്ച് നഷ്ടപ്പെട്ടു എന്നത് സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത്. 2 എണ്ണം പമ്പ പോലീസിനും അതുപോലെ തന്നെ DGPക്ക് അടക്കം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതികൾ മേലുള്ള ഒരു അന്വേഷണം കൂടി ഒരു പക്ഷേ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ഹൈക്കോടതിയിലേക്ക് ദേവസ്വം ബോർഡ് വിജിലൻസ് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ഇനി ഇക്കാര്യത്തിൽ എന്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുക. ഒരുപക്ഷെ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ, അതിന് സർക്കാരിന് നിർദ്ദേശം നൽകുന്ന അടക്കം ഒരുപക്ഷെ ഹൈക്കോടതിയായിരിക്കും. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിലെ സ്വർണവും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളടക്കം തിട്ടപ്പെടുത്തുന്നതിനുള്ള ഒരു ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ അന്വേഷണ സംഘത്തെ അല്ലെങ്കിൽ അത് തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഹൈക്കോടതി നിയോഗിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇനി ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതലായ ഒരു അന്വേഷണം ആവശ്യമുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഒരു പക്ഷേ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തന്നെയുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി കോടതിയിലേക്ക് അടുത്ത ദിവസം വിജിലൻസിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുണ്ടായിരുന്ന 2 പേരെ കൂടി, അതായത് വാസുദേവൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള വാസുദേവനും അല്ലെങ്കിൽ സ്പോൺസറായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യൻ, ഈ 2 പേരെ, രമേശ്, ഇനി 3 പേരുണ്ട്. ആ 3 പേരെ കൂടി ഒരുപക്ഷെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചോദ്യം ചെയ്തേക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. രജിത്ത്, ഒരു സംശയം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്നലെ വിജിലൻസ് ചോദ്യം ചെയ്താണ്, ഇന്നും ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ഇത് അവസാനിച്ചോ ഈ ചോദ്യം ചെയ്യൽ വിജിലൻസിന്റെ ഭാഗത്തു നിന്നുള്ളത്? അങ്ങനെ വല്ലതും കേൾക്കുന്നുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. വീണ്ടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ചോദിച്ചിട്ടും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഒരു പക്ഷേ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെങ്കിൽ വിളിച്ചു വരുത്തുമെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം അറിയിച്ചിരുന്നതാണ്. ഇതിനു മുമ്പും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ അന്വേഷണ സംഘം തന്നെ ചോദ്യം ചെയ്തിരുന്നു, വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. അതിന് മുന്നോടിയായാണ് അന്ന് ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞത്. ഇന്നലെ 2 മണിക്കൂറോളം, വൈകിട്ട് 2 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇന്നിപ്പോൾ വീണ്ടും ഏകദേശം 3 മണിക്കൂറിന് മുകളിലുള്ള ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ആവശ്യമെങ്കിൽ കൂടുതൽ വിളിച്ചു വരുത്തും എന്നവർ നേരത്തെ തന്നെ വിജിലൻസ് സംഘം തന്നെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യക്തത വരുത്തണം. വരും ദിവസങ്ങളിൽ മാത്രമാണ് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് ഇനിയും സമയമുണ്ട്. ഒരു പക്ഷേ
ഏതെങ്കിലും കാര്യത്തിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ ഇന്ന് നൽകിയിട്ടുള്ള മൊഴികൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഒരുപക്ഷെ വിളിച്ചു വരുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും ശരിയാണ്, രജിത്ത് പറഞ്ഞതുപോലെ തന്നെ കോടതിക്ക് മുൻപിൽ ഇനിയിപ്പോൾ എത്തുക വിജിലൻസിന്റെ ഈ റിപ്പോർട്ടാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് വരിക. വിജിലൻസിനെ മാനിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഇത് വലിയൊരു വിഷയമായതുകൊണ്ട് വിജിലൻസിൽ നിൽക്കുന്ന ഒരു വിഷയമാണോ ഇത് UDF-ഉം അതുപോലെ തന്നെ BJP-യും ഒക്കെ പറയുന്നത് പോലെ കേന്ദ്ര ഏജൻസിയെ വിടേണ്ട ഒരു വിഷയം തന്നെയല്ലേ? ഇക്കാര്യത്തിൽ ഒരു കാര്യമുള്ളത്, പ്രധാനമായും ഈ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടു എന്ന കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയാണിപ്പോൾ വിജിലൻസിനോട്, ദേവസ്വം വിജിലൻസിനോട് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിജിലൻസ് ഇക്കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം തന്നെ നടത്തി ദ്വാരപാലക ശില്പത്തിന്റെ പീഠമടക്കം കണ്ടെത്തുകയും മറ്റ് സ്വർണ്ണപ്പാളികൾ എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണം പുരോഗമിക്കുകയുമാണ്. ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തി ഈ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് പോയതായി പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി അടുത്ത ദിവസം ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ഹൈക്കോടതി ഈ റിപ്പോർട്ടിന് പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് എന്ന് ഹൈക്കോടതി നോക്കിയതിനു ശേഷം കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ടോ എന്നും ഹൈക്കോടതി നോക്കും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കൂടുതൽ അന്വേഷണ സംഘത്തെയോ അല്ലെങ്കിൽ വലിയൊരു അന്വേഷണ സംഘത്തെ ഇതിനു വേണ്ടിയിട്ട് നിയോഗിക്കേണ്ടതുണ്ടോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുക. അതിനാൽ തന്നെ സർക്കാരും ഇക്കാര്യത്തിലേക്ക് കൂടുതൽ അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നതിലേക്കൊന്നും നീങ്ങിയിട്ടില്ല. നിലവിൽ അത്തരമൊരു ആലോചനയിൽ മാത്രമാണുള്ളത്. ഇനി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് ഇതിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാരും തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനവും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ എത്തുന്നിടം വരെ ഇത് സംബന്ധിച്ച് ഒരു വിശദമായ മറ്റൊരു അന്വേഷണമോ അത്തരത്തിലുള്ള ഒരു അന്വേഷണം ഉണ്ടാവുകയില്ല. നിലവിൽ പരാതികൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 4ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട്. സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട്. സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് ലഭിച്ചത് ചെമ്പുപാളിയാണ് എന്നതിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ തന്നെ സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. അത് എവിടെയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടത് എന്നത് സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. ആ ചോദ്യങ്ങൾ പരാതികളായി ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളിന്മേൽ ഇനി എന്ത് നടപടിയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എടുക്കുക എന്നത് നമുക്കറിയണം. അത് പോലീസിനും DGP-ക്ക് ഉൾപ്പെടെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത്. ആ പരാതിയിന്മേൽ സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിൽ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് വിജിലൻസിനോടാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തി വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ സാധനങ്ങൾ കണ്ടെത്തുകയും കാണാതെ പോയ പീഠം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തുകയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. സാമ്പത്തിക ഇടപാടുകൾ അടക്കം അന്വേഷിക്കണം എന്ന ആവശ്യം ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഇനി ഹൈക്കോടതിയിൽ ഇത് ശബരിമല സംബന്ധിച്ച് ഈ കഴിഞ്ഞ 1999 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലെ ശബരിമലയിലെ ഇടപാടുകൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ വരും ദിവസങ്ങളിൽ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുമെന്ന കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രജിത്ത്, ഒരു കാര്യം, ഈ പീഠവുമായി ബന്ധപ്പെട്ട കാര്യം രജിത്ത് ഇപ്പോൾ പറഞ്ഞല്ലോ, ഇക്കാര്യങ്ങളും വിജിലൻസിന്റെ മുന്നിൽ വന്നു കാണാം, അങ്ങനെ വേണം കരുതാൻ. ഈ പീഠവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നൽകിയ, അദ്ദേഹമാണ് അത് കാണാനില്ല എന്നൊക്കെ പറഞ്ഞ പരാതിയും കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടത്. അതുമായി ബന്ധപ്പെട്ടാണല്ലോ ഇപ്പോൾ ഈ നിമിഷം വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ ഏത് തരത്തിലാണ് ഒരു വ്യക്തത വരുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആവുക? നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് താൻ ഈ പീഠം ശബരിമലയിൽ സമർപ്പിച്ചിരുന്നു. അവിടെ നിന്ന് ഈ പീഠം ചേരാതെ വന്നപ്പോൾ വാസുദേവനെ ഏൽപ്പിക്കുക, അല്ലെ വാസുദേവൻ വഴി തിരികെ കൊണ്ടുവന്നിരുന്നു. എന്നാൽ വാസുദേവൻ ഇത് തിരികെ എത്തിച്ചിരിക്കും എന്നാണ് താൻ വിചാരിച്ചിരുന്നത്. എത്തിച്ചിരുന്നില്ല എന്ന കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അങ്ങനെയാണ് വീണ്ടും ഈ ഒരു പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് വാസുദേവൻ തിരികെ ഈ പീഠം തന്നെ ഏൽപ്പിക്കുന്നത്. അത് സഹോദരിയുടെ വീട്ടിൽ എത്തിക്കുകയായിരുന്നു. അതിൽ താൻ മറവിയുണ്ടായി എന്നുള്ള കാര്യം ഒക്കെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി വ്യക്തതയില്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു വ്യക്തതയില്ലാത്തതുകൊണ്ട് തന്നെയാണ് വിജിലൻസ് അന്വേഷണ സംഘം വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങൾ കൂടുതലായി ചോദിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾക്കൊക്കെയും ആവശ്യമായ എല്ലാ മറുപടികളും ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് നടത്തുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകും എന്ന കാര്യവും കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞുവെങ്കിൽ തന്നെയും ഇക്കാര്യത്തിൽ എന്താണ് കൂടുതലായി അറിയിച്ചിട്ടുള്ളത് എന്നത് നമുക്ക് ദേവസ്വം ബോർഡ് വിജിലൻസിൽ ലഭിച്ചിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നും ഇതിനുശേഷം ലഭിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് നമുക്ക് വ്യക്തതയില്ല. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ കൂടി അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നു. ആ സാമ്പത്തിക ഇടപാടുകൾ കാരണം ഈ സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ
സ്വർണ്ണപ്പാളികളൊക്കെയും പല സ്ഥലങ്ങളിലായി എത്തിച്ചുകൊണ്ട് പൂജ നടത്തിയ കാര്യങ്ങളൊക്കെയും പറഞ്ഞു. ആ പൂജകളിലൂടെ താൻ പൂജകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പൂജകൾ നടത്തിയതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ലാതെ മറ്റ് ആളുകളിൽ നിന്നും താൻ തുകകൾ വാങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധനകൾ നടത്തുന്നുണ്ട്. ദേവസ്വം ബോർഡ് വിജിലൻസ് തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട്. നിലവിൽ അദ്ദേഹം പറയുന്നത് ഈ സ്വർണ്ണപ്പാളി പൂച്ചയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾ 3 പേർ മാത്രമാണ് തുകകൾ ഇട്ടുകൊണ്ട് ഇക്കാര്യം നടത്തിയത് എന്നാണ്. 15 ലക്ഷത്തോളം രൂപ ഇതിന്റെ സ്വർണം പൂശുന്നതിനായി ചിലവായിട്ടുണ്ട്. അത് 3 പേർ ചേർന്ന് താനും തന്റെ 2 സുഹൃത്തുക്കളും ചേർന്ന് ആണ് ഇക്കാര്യം നടത്തിയത് എന്ന കാര്യവും, തുകയിട്ടുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ നടത്തിയത് എന്ന കാര്യവും അദ്ദേഹം മൊഴിയായി നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത, സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വ്യക്തതയാണ് അന്വേഷണ സംഘം വരുത്തുന്നത്. ഒപ്പം തന്നെ ഈ ചെമ്പുപാളി തന്നെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടിരിക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. ശരി, രജിത്താണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വിജിലൻസ് ചോദ്യം ചെയ്തു വരികയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് ഇറങ്ങി വന്നു. മാധ്യമങ്ങളോട് വ്യക്തമായ മറുപടിയൊന്നും നൽകിയില്ല. പെട്ടെന്ന് പോവുകയായിരുന്നു. തനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പെട്ടെന്ന് പോയത്. എല്ലാ കാര്യങ്ങളും കോടതിയിൽ പറഞ്ഞുകൊള്ളാം, സത്യം തെളിയും എന്നൊക്കെ പറഞ്ഞാണ് പോയത്. ഏതായാലും ഇന്നത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ തുടർന്നേക്കാം. അക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല. ഞങ്ങളുടെ പ്രതിനിധി രജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.